അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചേസ് എടുക്കാൻ പോകണം. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടായിരിക്കും. നമ്മളൊരു ചേസ് എടുക്കാൻ പോവാം. അപ്പം അത് ചേസ് എടുക്കാൻ പോകണം. നമ്മൾ ഇന്നോവയിലാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് എൻ്റെ ഷോറൂമിലോട്ട്. എന്നിട്ട് നമുക്ക് നേരെ പോയേക്കാം. അപ്പം ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങോട്ട് വേണമെന്ന് നിങ്ങൾ പറയണം. നമ്മൾ ഏത് ബോഡി പണിയണമെന്ന് നിങ്ങൾ പറ. ചേസ് നിങ്ങൾ പറയണ രീതിയിൽ നമ്മൾ ചേസിൻ്റെ ബോഡി പണിയിക്കും. പിന്നെ നിങ്ങൾ നെയിമും പറയണം. നമ്മുടെ ബസ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ് ഇറക്കാൻ പോവാണ്. നേരെ നിങ്ങൾ പറയണം ബസ് ഏതിടണം, ബസ്സിന് ഏത് നെയിം വേണമെന്ന്. നിങ്ങൾ പറയണ നെയിം തന്നെ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കണ. അപ്പം ഞാൻ ഇടാൻ ഉദ്ദേശിക്കണ സിറോക്സ് എന്ന് പറഞ്ഞൊരു നെയിമാണ്. അതാകുമ്പം നമുക്ക് ഒരു ഡ്രോയിങ് നെയിമും കൂടി ആകുമ്പോൾ കുറച്ച് അട്രാക്ഷൻ കാണും. അതായത് നമുക്ക് നേരെ ഈ ഷോറൂമിലോട്ട് പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഇന്നോവയ്ക്ക് എന്തോ പണിയായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഡൗൺ ആവുമോ എൻജിൻ എന്താണെന്നറിയില്ല. ഓവറായിട്ട് തിരിച്ചാൽ വണ്ടി ഒന്ന് വളയത്തുള്ളൂ. അല്ലേ കണ്ടോ, സാധാരണ ഞാൻ തിരിക്കുമ്പം നല്ലതായിട്ട് തിരിയുന്നത്. ഇപ്പം എന്താണെന്നറിയില്ല. ഇപ്പം എന്തായാലും വൺ സൈഡ് റോങ് പിടിച്ച് കയറാം. കുറച്ച് ദൂരമുണ്ട്. നമുക്കെന്തായാലും നേരെ ഷോറൂമിലോട്ട് പോവാം. നമുക്ക് ഈ വഴിയാണ് ഇനിയിപ്പോൾ പോകാൻ പറ്റുള്ളൂ. അപ്പുറ വഴി എന്തോ പണിയാണ്. ഏതായാലും ചേസ് എടുത്ത ആ വഴിയേ വരത്തുള്ളൂ നമ്മൾ. ഇവിടെ കുറച്ച് വരലൊക്കെ കൊള്ളാം. അടിപൊളി വഴിയാണ്. എന്തായാലും ഒരു സീനും ഇല്ല. നമ്മളിപ്പം ഷോറൂമിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബസ് എടുക്കുമ്പോൾ എവിടെയാണെന്ന് ഞാൻ ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. ഒന്നല്ല, കുറച്ച് 2-3 ബസ്സൊക്കെ എടുക്കുമ്പോഴേ നമുക്കിത് ഇവിടെ ഇട്ടാലോ എന്ന് ആലോചിക്കണം. ഈ താഴത്തോട്ടുള്ള വഴിയുണ്ടോ, ഇത് ഈ താഴത്ത് കുറച്ച് പ്ലേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ സെറ്റാക്കിയാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണം. അതാകുമ്പോൾ കുറച്ച് രസം ഉണ്ടാകും കാണാൻ. എന്തായാലും നമ്മളിപ്പം ഒരു 5 മിനിറ്റ് ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒയ്യോ അത് അവൻ്റെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ? നമുക്ക് ഇറങ്ങി നോക്കാം. ചേസ് എടുക്കാൻ പോണ വഴിക്കാണ് ഈ സംഭവിച്ച്. ഇന്നോവയ്ക്ക് നല്ല ഇടി ഇടിച്ചിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ചെറിയൊരു ആക്സിഡൻറ്റ് ഇത്രയേ ഉള്ളൂ. ഇന്നോവയ്ക്കിപ്പോൾ എനിക്കത് സീനായിട്ട് തോന്നുള്ളൂ. അത് നമുക്ക് ശരിയാക്കാം. ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഭാഗം മാത്രമേ പോയുള്ളൂ. സീനില്ല. നമ്മളിപ്പോൾ ചേസ് എടുക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഈ ഒരു ഇത് തന്നെ. നമ്മുടെ ഈ വണ്ടി നന്നാക്കിയില്ലേ, കാറൊക്കെ, അത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വന്നത്. അതാണ് ഏക ഒരു ആശ്വാസം. എന്തായാലും വണ്ടി അങ്ങ് കയറ്റിയിട്ടേക്കാം. അപ്പോൾ നമുക്ക് അങ്ങ് ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ വണ്ടി റിവേഴ്സിൽ നിന്ന് മാറ്റിട്ട് ഡോറിപ്പോൾ ശരിക്കും അടയണ്ട. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചേസ് എടുത്തുകൊണ്ട് വരാൻ കാണാം. ഇന്നോവ ചെറുക്കനെ അവിടെ പണിയാൻ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ദേ കിടക്കണ നമ്മുടെ ചെറുക്കൻ. ഞാനിപ്പം എന്തായാലും ചെറുക്കൻ നെറ്റിപ്പട്ടൊക്കെ ഇട്ടാണ് കിടക്കണേ. ചെറുക്കന് നെയ്മൂല് ഇതുവരെയായിട്ടും അടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസത്തേട്ട് നമുക്ക് എന്തായാലും വീട്ടിലിട്ടിട്ട് 4 ദിവസമാണ് നമുക്ക് വേണ്ടത്. 2 ദിവസം അവിടെ ഇടാനും കുറച്ച് 2 ദിവസം ഇവിടെ ഇതാക്കാനും. എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ചേസ് ഓടിക്കാൻ പോകുന്നതിൻ്റെ
എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ലെയ്ലാൻഡിൻ്റെ BS6 മോഡൽ ചേസാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പം അതിനനുസരിച്ചുള്ള പവർ കാണുമായിരിക്കും. നമ്മൾ പിന്നെ ആഡ് ചെയ്തേക്കണേന്ന് വെച്ചാൽ കോളിംഗ് ഫിലിം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാരണം 4 ദിവസത്തൊക്കെ വെയിലല്ലേ ഇപ്പം, അങ്ങനെ എടുക്കാമെന്ന് വെച്ച് നമ്മൾ വണ്ടി അങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോയേക്കാം. ചേസ് ഈ വഴിയാണ്, കുറച്ച് ഇടവഴിയാണ്. ഒരു പ്രൈവറ്റ് ബസ് നമ്മളിപ്പോൾ നോക്കി അങ്ങ് എടുത്തേക്കോ. അയ്യോ, അപ്പം ഒരു ബസ്സായിട്ടാണ് പോയേനെ. ഇപ്പം നമ്മൾ ഇപ്പം ഇതിനനുസരിച്ചൊരു 31 ലിറ്റർ അവന്മാർ ഡീസൽ അടിച്ചിട്ടുണ്ട്. ചേസ് നമ്മളിപ്പോൾ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട്. ആ സന്തോഷം അത് വേറെയാണ്. നമ്മളിങ്ങനെ ആകുമ്പോൾ കുറച്ച് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തേട്ടേ ഉള്ളൂ നമ്മുടെ ഡെലിവറി ഷോപ്പെന്ന് വെച്ചാൽ. നമ്മൾ അപ്പുറം വഴിയാണ് പോയത്. എടാ ചേസ് നമ്മുടെ വീട്ടിൽ ഇടാൻ പറ്റുമെന്നാണ് അറിയാൻ പറ്റത്ത്. ഇന്നോവ കേരള തന്നെയായിരുന്നു ടാസ്ക്. അപ്പോൾ ഈ ചേസിൻ്റെ കാര്യം നമ്മളെന്തായാലും ഒന്ന് ഇട്ട് നോക്കും, ഇടാൻ നോക്കും. കയറ്റിയിട്ട് അപ്പം തന്നെ ഇറക്കും ഗൈസ്. കാരണം വണ്ടിയെ അതിൻ്റെ അകത്ത് അങ്ങനെ ഇരിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും നമ്മളത് നോക്കും, കയറ്റി വിടാൻ വേണ്ടി നമ്മൾ നോക്കും, അത് മാക്സിമം നോക്കും. നമ്മൾ ആദ്യം ഈ വഴിയാണ് പോയത്. എന്തായാലും 1 വേ പിടിച്ച് കയറേണ്ട വരും. ഗൈസ്, നമ്മളൊരു പ്രൈവറ്റ് ബസ് ഓട്ടത്തിന് പോയാൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയായിരിക്കും. നമ്മളപ്പോൾ അതിനങ്ങ് ഒരു പ്രൈവറ്റ് ബസ് എടുക്കാൻ പോയാലേ. ഒരു ദിവസം നമുക്കൊരു പ്രൈവറ്റ് ബസ് ഓടിച്ച് നോക്കണം ഗൈസ്. ഗൈസ്, ഈ വഴി കൊണ്ടുവരും നമ്മൾ ശരിക്കും ഒന്ന് സൂക്ഷിക്കണം. കാര്യം നമ്മൾ മൈന്യൂട്ടായിട്ട് നോക്കി വേണേൽ ചേസ് കൊണ്ടുപോകും. ബസ്സായിട്ടല്ലല്ലോ ഇപ്പം നമ്മുടെ ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, നോക്കി വേണം. എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ ബസ് എന്നുള്ള സ്വപ്നം അവിടെ പോകും. ബസ്സാണെങ്കിൽ പെയിൻ്റ് അടിച്ച് പിന്നെ എടുക്കാം, പക്ഷെ ചേസ് നടക്കിയല്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. നമ്മുടെ വീട് അങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും വീട്ടിലോട്ടൊന്ന് കയറ്റിയിട്ട് ഇറക്കും ഗൈസ്. എന്തായാലും അത് ഇറക്കിയിരിക്കും. ഇങ്ങനെ ഒരു മെയിൻ റോഡും കൂടിയാണ് ഗൈസ്, അതാണ് സീൻ. ചേസ് അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇന്നോവ ഇനിയിപ്പോൾ 2 ദിവസത്തായിട്ട് കാണിയില്ല. നമ്മളൊരു പുതിയ കാർ എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുക. ചേസ് ഒന്ന് കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ബസ് അങ്ങ് ഇറക്കിയേക്കാം. സ്കൂൾ വരെ ഇവിടെ ഇട്ടല്ല മെയിൻ റോഡ്, ആൾക്കാർ ചേസ് ഇടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ ആൾക്കാർ. നമ്മളിപ്പോൾ ചേസ് ഇടാൻ ഉദ്ദേശിച്ചേക്കണേ നമ്മുടെ ഓഡിറ്റോറിയത്തിലാണ്. അതാകുമ്പോൾ ഒരു സുഖമല്ലോ. അവിടെ നമ്മളിപ്പോൾ ഓഡിറ്റോറിയം വർക്കിംഗ് ഒന്നും അല്ല, അവിടെ നമ്മൾ ഇടും. പിന്നെ ഇന്ന് ഡീസലൊന്നും അടിച്ചിടണം. ഓഡിറ്റോറിയത്തിലോട്ട് കയറ്റലാണ്. നേരെ ഓടിച്ച് കയറ്റിട്ട് ഓടിക്കണം ഗൈസ്. ഒന്ന് റിവേഴ്സ് വെക്കേണ്ട വരും. നമ്മളെന്തായാലും നേരെ തിരിച്ചിടേണ്ടതാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്, അതുകൊണ്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തൊട്ടപ്പുറത്തായത് കൊണ്ട് നമുക്ക് കാണാനൊക്കെ പറ്റും. അതാണ് ഒരു അടിപൊളി. നമ്മളിത് കണ്ടോ, നേരെ തൊട്ടിപ്പുറത്ത്. അപ്പോൾ നമ്മുടെ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ബൈ ബൈ.